സ്നേഹം നിറഞ്ഞ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം. ധന്യമായ ഒരു പ്രഭാഷണം, പഠന ക്ലാസ് പോലെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. പല പ്രഭാഷണ വേദികളിലും ക്ലാസ് എടുക്കുമ്പോൾ അവർ ചോദിക്കാറുണ്ട്, ഇന്ന് ക്ലാസ് എടുത്ത വിഷയത്തെക്കുറിച്ചുള്ള കാസറ്റുകൾ അല്ലെങ്കിൽ CD ഉണ്ടോ? ഉണ്ടെങ്കിൽ വളരെ വലിയൊരു അനുഗ്രഹമായിരിക്കും എന്നവർ പറയാറുണ്ട്. അപ്പം എൻ്റെ സഹപ്രവർത്തകരും പറഞ്ഞു, വളരെ അഗാധമായ തലത്തിൽ ബ്രോഷറുകളും നോട്ടുകളും പ്രിൻ്റ് ചെയ്ത് മുമ്പിലിരിക്കുന്നവർക്ക് കൊടുത്ത് അവരെ കൊണ്ടത് വായിപ്പിച്ച് നമ്മളും കൂടെ വായിച്ച് ഓരോ പോയിൻറ്റും വിവരിച്ച് പറഞ്ഞു കൊടുക്കുന്ന അവരുടെ മുഖത്ത് കാണുന്ന ആ സംതൃപ്തി വിവരണാതീതമാണ്. അവർ അത് മുഴുവനും കേട്ട് തിരിച്ചു പോകുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് സുദീർഘമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് വിവരിക്കുന്ന ഒരു CD കൂടി ഉണ്ടെങ്കിൽ, ഒരിക്കൽ പ്രഭാഷണത്തിൽ കേട്ടത് കാറ് ഡ്രൈവ് ചെയ്യുമ്പോഴോ അല്ല വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴോ ഒരിക്കൽ കൂടി കേട്ട് കഴിഞ്ഞാൽ സ്വയം കൂടുതൽ ഗഹനമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് മാത്രമല്ല, മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അത് അവസരം ലഭിക്കും, അതിലൂടെ സാധിക്കും എന്നുള്ളത് കൊണ്ട് അതൊരു CD ആയിട്ട് ഇറക്കാണ്. പഠിക്കണം, മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് ഭാരതീയ പൈതൃക വിഷയങ്ങൾ നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പോൾ പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് അതിനായി പ്രവർത്തിച്ച് ആവശ്യമെന്ന് തോന്നുന്ന പക്ഷം ശക്തമായിട്ടോ ശാന്തമായിട്ടോ പ്രതികരിക്കാനും നമുക്ക് സാധിക്കണം. അപ്പോൾ 5 ദൗത്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്നു മുതൽ ഏറ്റെടുക്കേണ്ടത്. നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു വിഷയം പഠിക്കണം. ഭാരതീയ പൈതൃകവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, ആചാരങ്ങളോ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളോ, ഗ്രന്ഥങ്ങളിലെ ഏതെങ്കിലും ഒരു ഗ്രന്ഥമോ, ഭാരതീയ ഈശ്വരസങ്കല്പമോ, ഭാരതീയ ശാസ്ത്ര പൈതൃകമോ, രാമായണമോ ഭാഗവതമോ ഭഗവത്ഗീതയോ, ഏതാണോ നിങ്ങൾക്ക് താല്പര്യമുള്ളത്, സംഗീതമോ നൃത്തമോ, ഏതായാലും ഇന്ന ഒരു വിഷയം എന്നുള്ളതില്ല. നിങ്ങൾക്ക് താല്പര്യം തോന്നുന്ന ഏത് വിഷയവും പഠിക്കണം. അത് പഠിച്ച് നിങ്ങളുടെ തലയിൽ മാത്രം വെച്ചാൽ പോരാ, ആ പഠിച്ചതിൻ്റെ പ്രയോജനം ഉണ്ടാവണമെങ്കിൽ പഠിപ്പിക്കണം. അത് നിങ്ങളിലൂടെ അത് പ്രചരിക്കണം. അതൊരു പ്രവർത്തനമായിട്ട്, ദൗത്യമായിട്ട് നമ്മൾ ജീവിതത്തിൽ ഏറ്റെടുക്കണം. എവിടെയെല്ലാം നമ്മൾ പഠിച്ച വിഷയങ്ങൾക്ക് എതിരെ അവഹേളനാത്മകമായിട്ടോ നിഷേധാത്മകമായിട്ടോ പുച്ഛത്തിൻ്റെ അടിസ്ഥാനത്തിലോ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ എതിർപ്പുകളോ ഉണ്ടാവുമ്പോൾ വസ്തുതകൾ ഇതാണ് എന്ന് പറഞ്ഞ് ശരിക്ക് പ്രതികരിക്കാനും നമുക്ക് സാധിക്കണം. നമ്മൾ ഈ ഭൂമിയിൽ സ്ഥിരമായിട്ട് ജീവിക്കാൻ വേണ്ടി വന്നവരല്ല. 85 വയസ്സ് വരെ 28,000 ദിവസം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള കാലം എത്ര കാലമാണ്, അതിൻ്റെ ദൈർഘ്യം അല്ലെങ്കിൽ എത്ര കാലം നമ്മൾ ജീവിക്കുന്നു എന്നുള്ളത് വളരെ ഏറെ പ്രാധാന്യമുള്ള കാര്യമല്ല. പക്ഷെ ജീവിക്കുന്നിടത്തോളം കാലം എങ്ങനെ ജീവിക്കുന്നു, ഹൗ ലോങ് യു ആർ ലിവിങ് എന്നൊരു ചോദ്യം, ഹൗ യു ആർ ലിവിങ് എന്ന രണ്ടാമത്തെ ചോദ്യം. ഹൗ ലോങ് യു ആർ ലിവിങ് എന്ന ചോദ്യത്തിന് നമുക്ക് നമ്പറിൽ ഉത്തരം പറയാം, 78 വയസ്സ് വരെ, 80 വയസ്സ് വരെ, 65 വയസ്സ് വരെ എന്ന്. ഹൗ യു ആർ ലിവിങ് എന്ന ചോദ്യത്തിന് എന്താ ഉത്തരം പറയാം? എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് സാധാരണഗതിയിൽ ഉത്തരം പറയാറുള്ളത് ഇങ്ങനെ പോകുന്നു ജീവിതം എന്നാണ് പറയാറുള്ളത്. പക്ഷേ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഒന്ന് പറയാൻ പഠിക്കണം. ഇങ്ങനെ ജീവിച്ചു പോകുന്നു എന്ന് പറയുന്നതിലല്ല അർത്ഥം, എങ്ങനെ ജീവിച്ചു പോകുന്നു എന്നുള്ളതിലാണ്. എൻ്റെ ജീവിതം പ്രയോജനപ്രദമായൊരു ജീവിതമാക്കണം, യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ജീവിതമാക്കണം.
എൻ്റെ ജീവിതം പർപ്പസ്ഫുൾ ആക്കണം, ലക്ഷ്യബോധമുള്ളൊരു ജീവിതമാക്കണം. എൻ്റെ ജീവിതം ഫ്രൂട്ട്ഫുൾ ആക്കണം, ഫലപ്രദമായിട്ടുള്ള ജീവിതം. എൻ്റെ ജീവിതം ടോട്ടലി മീനിങ് ഫുൾ ആക്കണം, അർത്ഥവത്തായിട്ടുള്ളൊരു ജീവിതം. അതിൽ എൻ്റെ ജീവിതം യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ ആൻഡ് മീനിങ് ഫുൾ ആക്കുമ്പോൾ യൂസ്ഫുൾ എന്ന ചോദ്യത്തിന് കുറെ കൂടി വിപുലമായിട്ടുള്ള വിവരണം കൂടി മനസ്സിലുണ്ടാവണം. എൻ്റെ ജീവിതം ആർക്ക് യൂസ്ഫുൾ ആവണം? അർത്ഥം വളരെ ലളിതാണ്. എൻ്റെ ജീവിതം എൻ്റെ മനസ്സിന് സംതൃപ്തി തോന്നുന്ന വിധത്തിലുള്ളതായി തീർക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കാണ്. എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ മനസ്സിന് സന്തോഷം ഉണ്ടാവണം. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ ശരീരത്തിന് അതിൻ്റെ നന്മയുണ്ടാവണം, ആരോഗ്യം ഉണ്ടാവണം. എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, അല്ലെങ്കിൽ എൻ്റെ മക്കൾ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരി സഹോദരന്മാർ, ഇവർക്ക് എൻ്റെ ജീവിതം കൊണ്ട് പ്രയോജനം ഉണ്ടാവണം. അവർക്ക് നമ്മളെ ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, നമുക്കവരെ ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഈ ഭൂമിയിൽ നമ്മുടെ ബന്ധുക്കളായിട്ട്, കുടുംബാംഗങ്ങളായിട്ട് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച ആ ജഗദീശ്വര അനുഗ്രഹത്തെ പ്രത്യുപകാരം എന്നുള്ള രീതിയിൽ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിലെ ഏത് കാര്യത്തിനും നമ്മുടെ കുടുംബാംഗങ്ങളാണ് കൂടത്തിലുള്ളത് എന്നറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതം യൂസ്ഫുൾ ആക്കണം നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി. അപ്പം നമ്മുടെ ജീവിതം നമ്മുടെ മനസ്സിന് യൂസ്ഫുൾ ആവണം, നമ്മുടെ ശരീരത്തിന് യൂസ്ഫുൾ ആവണം, നമ്മുടെ കുടുംബത്തിന് നമ്മുടെ ജീവിതം യൂസ്ഫുൾ ആവണം, നമ്മുടെ സംസ്കാരത്തിന്, പരമപവിത്രമായ ഭാരതത്തിൻ്റെ സംസ്കാരം ഒരു 10,000 വർഷത്തെ പാരമ്പര്യമുള്ളതാണ്. ഇംഗ്ലീഷുകാർ പറഞ്ഞ 2000-2500 വർഷമൊന്നും അല്ല നമ്മുടെ പൈതൃകം. ഇംഗ്ലീഷുകാർക്ക് നമ്മളുടെ സംസ്കാരം 2500 വർഷം പഴക്കമുള്ളതാണ് എന്ന് വരുത്തി തീർക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഇംഗ്ലീഷുകാരുടെ കണക്ക് പ്രകാരം ആദവും അവ്വയും ഉണ്ടായത് BC 4012 ആ BC 4012 അപ്പുറത്തേക്ക് ലോകത്തിലെ ഒരു സംസ്കാരവും പോകരുത്. പോയാൽ അത് ബൈബിള് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യലായിരിക്കും. ആദവും അവ്വയും ഉണ്ടാകുന്നതിന് മുമ്പ് സംസ്കാരം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ആ ബൈബിളിലെ ആദവും അവ്വയും അവരുടെ മക്കളായ കായീനും അവരുടെ മക്കളായ എഫ്രൈനും ഇതിൻ്റെ ആ കഥയും പിന്നെ യേശുക്രിസ്തുവിനെ കുരിശിലേറ്റിയത് അവർ ചെയ്ത ആദിമ പാപത്തിൻ്റെ പേരിലാണ് എന്നുകൂടി വരുത്തി തീർക്കുമ്പോൾ ആദവും അവയും മുതൽക്ക് യേശുക്രിസ്തു വരെയുള്ള എല്ലാ കണക്ഷനും അബദ്ധജടിലമാകും എന്ന് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഭാരതീയ പൈതൃകത്തിന് BC 100, BC 300, BC 500 എന്നുള്ള നമ്പർ കൊടുക്കുന്നത്. പക്ഷേ ആർക്കിയോളജിക്കൽ എവിഡൻസ് പ്രകാരം ദ മിനറൽസ് ആൻഡ് മെറ്റൽസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ അതിഗംഭീരമായ പഠനങ്ങളിലൂടെ 1000-ലധികം ഗവേഷകർ നടത്തിയ, ഇന്ത്യക്കാരും അല്ലാത്തവരുമായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഹെറിറ്റേജിൻ്റെ ആരംഭം തന്നെ BC 8275 മുതൽക്കാണ്. BC 8275 മുതൽക്ക് AD 2016 കൂട്ടിയാൽ 10,000 വർഷത്തിൽ കൂടുതൽ പാരമ്പര്യമുള്ള ഒരു സംസ്കാരത്തിൻ്റെ അവകാശികളാണ് നമ്മൾ. ആ സംസ്കാരത്തെ ധന്യമായിട്ട് നിലനിർത്താൻ എൻ്റെ ജീവിതം പ്രയോജനപ്പെടണം. ആ സംസ്കാരത്തിനകത്ത് ഇല്ലാത്തതായിട്ടൊന്നുമില്ല. അതിനകത്ത് ആത്മീയതയുണ്ട്, ഭൗതികതയുണ്ട്, ശാസ്ത്രീയതയുണ്ട്, സാമൂഹികതയുണ്ട്, വിജ്ഞാന ശാഖകളുണ്ട്, സാഹിത്യമുണ്ട്. അപ്പോൾ സമഗ്രമായ ഒരു പൈതൃകത്തിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ അവകാശികളായ നമുക്ക് നമ്മളുടെ പൂർവികർ ആ സംസ്കാരത്തിൻ്റെ മൂല്യങ്ങൾ എടുത്തു തന്നു, കൈമാറി തന്നു. എത്രയെല്ലാം ദുരിതവും നരകയാതനയും അനുഭവിച്ചു. ഒരു 650 വർഷം വിദേശത്തെ മുസ്ലിങ്ങളും അതിനുശേഷം ഒരു 250-ൽ പരം വർഷം ഡച്ചുകാരും പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും പിന്നെ ഇംഗ്ലീഷുകാരും അടങ്ങിയ ക്രിസ്ത്യാനികളും ഭരിച്ചിട്ടും ഈ ഭാരതീയ സംസ്കാരം ഉന്മൂലനം ചെയ്യാൻ സാധിച്ചില്ല. ആ ഭാരതീയ സംസ്കാരം ഈ 10,000 വർഷമായിട്ട് ഒരു 500 തലമുറയായിട്ട് നമ്മളുടെ കൈകളിലേക്ക് എത്തിച്ച് തന്ന ആ പൂർവ്വ പിതാമഹന്മാരോടുള്ള ഒരു കടപ്പാടാണ് നമ്മളുടെ ജീവിതം ആ സംസ്കാരത്തെ ധന്യമാക്കാനായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്. ഈ ഭാരതീയ സംസ്കാരം ഒരു വ്യക്തിയുടെയോ ഒരു സമുദായത്തിൻ്റെയോ ഒരു ഗ്രൂപ്പിൻ്റെയോ അല്ല.
അത് ഭാരതത്തിലെ ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിൻ്റേതുമാണ്. അത് ഭാരതത്തിലെ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും മധ്യപക്ഷത്തിൻ്റേതുമാണ്. അത് ഭാരതത്തിലെ യുക്തിവാദിയുടെയും നിരീശ്വരവാദിയുടെയും ഈശ്വരവിശ്വാസിയുടെയുമാണ്. അതുകൊണ്ട് ഞാൻ ഏത് വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തിയാണെങ്കിലും ശരി, ഈ നാടിൻ്റെ സംസ്കാരവും പൈതൃകവും നിലനിർത്താനുള്ള പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കണം എൻ്റെ ജീവിതം. അപ്പം എൻ്റെ ജീവിതം യൂസ്ഫുൾ ആവണം. എൻ്റെ മനസ്സിന്, എൻ്റെ ശരീരത്തിന്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ സംസ്കാരത്തിന്, എൻ്റെ സമൂഹത്തിൽ വേദനിക്കുന്നവരുണ്ട്, വിശക്കുന്നവരുണ്ട്, അനാഥരുണ്ട്, വൃദ്ധരുണ്ട്, രോഗികളുണ്ട്, ഇതിലൊന്നിലും പെടാത്തവരും ഉണ്ട്. അവർക്കെല്ലാം എൻ്റെ ജീവിതം ഏത് വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കുമോ ആ രീതിയിൽ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ യൂസ്ഫുൾനെസ്സിലെ ഒരു പോയിന്റ്. അപ്പോൾ എൻ്റെ മനസ്സ്, ശരീരം, കുടുംബം, സംസ്കാരം, സമൂഹം, എൻ്റെ രാഷ്ട്രം. എൻ്റെ രാഷ്ട്രത്തിന് എൻ്റെ ജീവിതം, ഈ രാഷ്ട്രം എന്ന് പറയുന്നത് വൈവിധ്യമാർന്ന ആ ഒരു ജീവിത ശൈലിയിൽ ഏകത്വത്തെ ദർശിച്ച് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞൊരു രാഷ്ട്രം, ആ രാഷ്ട്രത്തിൻ്റെ നന്മ സസ്റ്റൈനബിൾ ആൻഡ് പെർമനൻ്റ് ആയിട്ട് നിലനിർത്തേണ്ട ഉത്തരവാദിത്വം എൻ്റേതായതുകൊണ്ട് എൻ്റെ ജീവിതം എൻ്റെ രാഷ്ട്രത്തിനും കൂടി വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ ജീവിതം യൂസ്ഫുൾ ആകണം എന്നുള്ളതിൻ്റെ അർത്ഥം ശരിക്ക് എൻ്റെ മനസ്സിനും ശരീരത്തിനും, അതായത് എനിക്ക് എൻ്റെ ജീവിതം കൊണ്ട് പ്രയോജനം ഉണ്ടാവണം, എൻ്റെ കുടുംബത്തിന്, എൻ്റെ സംസ്കാരത്തിന്, എൻ്റെ സമൂഹത്തിന്, എൻ്റെ രാഷ്ട്രത്തിന്, പിന്നെ ഈ ആറുമായിട്ട് ബന്ധപ്പെട്ട എന്തെല്ലാം ഉണ്ടോ സർവ്വചരാചരങ്ങൾക്കും ദേശവിദേശത്തിലുള്ളവർക്ക് പോലും എൻ്റെ ജീവിതം കൊണ്ട് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ പ്രയോജനം ഉണ്ടാവണം. എൻ്റെ ജീവിതം ലക്ഷ്യബോധമുള്ളതാവണം, ഒരു പർപ്പസ്ഫുൾ ലൈഫാവണം. ഞാൻ ഏത് ചെറിയ കാര്യം ചെയ്യുകയാണെങ്കിലും വലിയ കാര്യം ചെയ്യുകയാണെങ്കിലും ആ ചെയ്യുന്ന കാര്യത്തിന് ഒരു ലക്ഷ്യം ഉണ്ടാവണം. ഒരു ലക്ഷ്യവുമില്ലാതെ കുറേ കാര്യങ്ങൾ ചെയ്തു എന്ന് വിചാരിക്കാം. നമ്മളൊരു സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ പോലും അതിനെന്താ ലക്ഷ്യം? ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണം. ഞാൻ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താ ലക്ഷ്യം? എല്ലാ വിഷയത്തിലും നല്ല മാർക്ക് മേടിക്കണം. ഞാൻ നല്ല രീതിയിൽ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ എന്താ ഇതിനൊരു ലക്ഷ്യമുണ്ട്, പർപ്പസ്. ശരിക്ക് ആ ചിത്രം എല്ലാവരാലും അഭിനന്ദിക്കപ്പെടുന്നതാവണം. ശരിക്കു പറഞ്ഞാൽ നല്ല ലക്ഷ്യബോധമുള്ളത് കൊണ്ടാണ് ഒരു മുക്കുവ കുടിലിൽ ജനിച്ച ഡോക്ടർ APJ അബ്ദുൽ കലാം അദ്ദേഹത്തിന് ഇന്ത്യൻ പ്രസിഡന്റും ലോകം അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനും ആവാൻ സാധിച്ചത്. ഒരു ലക്ഷ്യബോധമുള്ളത് കൊണ്ടാണ് ഒരു ചായക്കടക്കാരന് ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാൻ സാധിച്ചത്. ഒരു ലക്ഷ്യബോധം ഉണ്ടായിട്ട് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഒരു കെനിയയിലെ പാചകക്കാരൻ്റെ മകൻ്റെ മകന് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ നിലവാരത്തിലേക്ക് എത്താൻ സാധിച്ചത്. ആ ലക്ഷ്യം നന്മ നിറഞ്ഞതാവണം. തിന്മ നിറഞ്ഞ ലക്ഷ്യം വെച്ചിട്ടാണ് ഒസാമ ബിൻ ലാദൻ പ്രവർത്തിച്ചത്. തിന്മ നിറഞ്ഞ ലക്ഷ്യം വെച്ചിട്ടാണ് സദ്ദാം ഹുസൈൻ പ്രവർത്തിച്ചത്. തിന്മ നിറഞ്ഞ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സദ്ദാം ഹുസൈനെ പോലെ ഗദ്ദാഫി പ്രവർത്തിച്ചത്, വീരപ്പൻ പ്രവർത്തിച്ചത്, ഫൂലൻ ദേവി പ്രവർത്തിച്ചത്. പലരും തിന്മ നിറഞ്ഞ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതെല്ലാം ഒരു സിനിമയിൽ വില്ലൻ്റെ കൂടെയുള്ളവരും നശിക്കുന്നത് പോലെ ആ തിന്മ നിറഞ്ഞ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നവരുടെ അന്ത്യം നെഗറ്റീവായിരിക്കും. അതേസമയത്ത് പോസിറ്റീവായിട്ടുള്ള ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്നവരുടെ അന്ത്യം അല്ലെങ്കിൽ വഴിയിൽ തന്നെ അവർക്ക് ധന്യമായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ ഉണ്ടാവും. അപ്പം നമ്മളുടെ ജീവിതം യൂസ്ഫുൾ ആവണം. നമ്മുടെ മനസ്സിന്, ശരീരത്തിന്, കുടുംബത്തിന്, സംസ്കാരത്തിന്, സമൂഹത്തിന്, രാഷ്ട്രത്തിന്, ഇതുമായി ബന്ധപ്പെട്ട സർവ്വചരാചരങ്ങൾക്കും നമ്മളുടെ ജീവിതം യൂസ്ഫുൾ ആവണം. നമ്മളുടെ ജീവിതം പർപ്പസ്ഫുൾ ആവണം, ലക്ഷ്യബോധത്തോടു കൂടി. സ്വാമി വിവേകാനന്ദൻ പറയുന്ന പോലെ സെറ്റ് യുവർ ഗോൾ ആൻഡ് വർക്ക് ഫോർ ദാറ്റ്, സെറ്റ് യുവർ ഗോൾ ആൻഡ് ഡിവോട്ട് യുവർ ഹോൾ ലൈഫ് ഫോർ ദാറ്റ്. ജീവിതത്തിലൊരു ലക്ഷ്യം വെച്ചിട്ട് മുമ്പോട്ട് പോവുക, അവിടെ എത്താൻ സാധിക്കും. അപ്പോൾ ജീവിതം പർപ്പസ്ഫുൾ ആവണം, ജീവിതം ഫ്രൂട്ട്ഫുൾ ആവണം. ഏത് കാര്യമാണോ ഏറ്റെടുത്തത് അത് സമഗ്രവും സമ്പൂർണവുമാക്കാതെ തിരിച്ചു വരരുത്. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും മാർഗവും. ഫലപ്രദമായിട്ടുള്ളൊരു ജീവിതം ഓരോ ദിവസവും സിസ്റ്റമാറ്റിക്കായിട്ട് കസ്റ്റമാറ്റിക്കായിട്ട് ജീവിക്കണം. കസ്റ്റമാറ്റിക് എന്നൊരു വാക്ക് ഇംഗ്ലീഷിൽ ഇല്ല, ഞാൻ ഉണ്ടാക്കിയതാ, അതുകൊണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ശരിക്ക് വളരെ അടുക്കും ചിട്ടയോടും കൂടി, എന്നാൽ അത് വളരെയധികം കസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ നന്മയെ മുമ്പിൽ നിർത്തുന്ന കഷ്ടത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായിരിക്കണം. അങ്ങനെ ഒരു ജീവിതമാവുമ്പോഴാണ് നമ്മളുടെ ജീവിതം ഫ്രൂട്ട്ഫുൾ ആവുന്നത്.
ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മളുടെ ജീവിതം അർത്ഥവത്താവണം, മീനിങ് ഫുൾ ആവണം. ഇങ്ങനെ 85 വയസ്സ് വരെ ഏകദേശം ജീവിക്കുന്ന നമ്മൾ ഒരു ദിവസം ഏതാണ്ട് 23,000 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന നമ്മൾ ഓരോ ശ്വാസോച്ഛ്വാസവും നമ്മളെ ശ്മശാനത്തിലേക്ക് നയിക്കുന്നു. എവറി ബ്രത്ത് ഈസ് ടേക്കിംഗ് യു ടുവേർഡ്സ് ഗ്രേവ്യാർഡ്, ശ്മശാനത്തിലേക്ക് നയിക്കുന്നു എന്നറിയാവുന്ന നമ്മൾ ശരിക്ക് ഈ കാലയളവിൽ ഏതാണ്ട് വെള്ളവും മറ്റു ഭക്ഷണങ്ങളും ഉൾപ്പെടെ 60 ടൺ ഭക്ഷണം കഴിക്കുന്ന നമ്മൾ ശരിക്ക് തിരിച്ചറിയണം, നമ്മൾ ഈ ഭൂമിയിൽ പെർമനൻ്റ് അല്ല. നമ്മൾ ഭൂമിയിലേക്ക് വന്ന ദിവസം ഉണ്ടെങ്കിൽ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുന്ന ദിവസമുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ദിവസം നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല, അടുത്ത നൂറ്റാണ്ടിൽ ഈ ദിവസവും നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കില്ല. അപ്പം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മളുടെ ജീവിതം യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ ആൻഡ് മീനിങ് ഫുൾ ആക്കണമെങ്കിൽ ആദ്യം മാറ്റം വരേണ്ടത് മനസ്സിലാണ്. ആ മനസ്സിൽ മാറ്റം വരിക. ഭാരതം എന്ന രാഷ്ട്രം നിലനിന്നത് 5 വാക്കുകളിലാണ്. ഭാരതം എന്ന രാഷ്ട്രം നിലനിന്നത് 5 വാക്കുകളിലാണ്. മൈൻഡ്, അതിൽ നിന്ന് തോട്ട്സ്, ആക്ഷൻ, റിസൾട്ട്, റിവാർഡ്. മൈൻഡ്, തോട്ട്സ്, ആക്ഷൻ, റിസൾട്ട്, റിവാർഡ്. നമ്മളുടെ മനസ്സിൽ നിന്ന് ഉദയം ചെയ്യുന്നതാണ് ചിന്തകൾ. ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പ്രവൃത്തികൾ. പ്രവൃത്തി അഥവാ കർമ്മം, ആ കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കർമ്മബലം. ഫോർ എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. സോ വാട്ട് എവർ ആക്ഷൻ വി ആർ ഡൂയിങ്, വാട്ട് എവർ ആക്ഷൻ യു ആർ ഡൂയിങ്, അക്കോർഡിംഗ്ലി ദ റിസൾട്ട് വിൽ ബി അവൈലബിൾ ഫോർ അസ്. പിന്നെ ആ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് റിവാർഡ് ലഭിക്കുക. അപ്പോൾ മനസ്സ്, ചിന്തകൾ, കർമ്മം, കർമ്മബലം, കർമ്മത്തിൻ്റെ പ്രതിഫലം. നമ്മുടെ ഭാരതീയമായ പൈതൃകത്തിൽ, നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് അസതോമാ സദ്ഗമയ. അസതോമാ സദ്ഗമയ എന്ന പ്രാർത്ഥനയുടെ അർത്ഥം എന്താ? എൻ്റെ മനസ്സിനെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുപോകണം, എൻ്റെ ശരീരത്തെ അനാരോഗ്യത്തിൽ നിന്ന് ആരോഗ്യത്തിലേക്ക് കൊണ്ടുപോകണം, എൻ്റെ കുടുംബ ബന്ധം ഛിദ്രമാകുന്നു എങ്കിൽ അതിനെ ഭദ്രമാക്കണം, എൻ്റെ സമൂഹത്തിൽ, എൻ്റെ സംസ്കാരത്തിൽ തിന്മകൾ ഉണ്ടെങ്കിൽ, മൂല്യശോഷണമുണ്ടെങ്കിൽ ആ സംസ്കാരം മൂല്യവത്താകണം. ഇപ്പം എൻ്റെ മനസ്സിനെ, ശരീരത്തിനെ, കുടുംബ ബന്ധത്തെ, എൻ്റെ സംസ്കാരത്തെ, എൻ്റെ സമൂഹത്തെ, എൻ്റെ രാഷ്ട്രത്തെ സസ്റ്റൈനബിൾ ആൻഡ് പെർമനൻ്റ് നന്മയിലേക്ക് കൊണ്ടുപോകാനുള്ള ആ പ്രാർത്ഥനയെയാണ് നമ്മൾ ഉപനിഷത്തിൻ്റെ ശാന്തി മന്ത്രത്തിൻ്റെ രൂപത്തിൽ അസതോമാ സദ്ഗമയ എന്ന് പ്രാർത്ഥിക്കുന്നത്. ചിന്മയിൽ നിന്ന് നന്മയിലേക്ക്, ഫ്രം ബാഡ് ടു ഗുഡ്, ഗുഡ് ടു ബെറ്റർ, ബെറ്റർ നിയറർ ടു ദി ബെസ്റ്റ്. തിന്മയിൽ നിന്ന് നന്മയിലേക്ക്, നന്മയിൽ നിന്ന് കൂടുതൽ നന്മയിലേക്ക്, കൂടുതൽ നന്മയിലേക്ക്. നിയറർ ടു ദി ബെസ്റ്റ് അല്ലെങ്കിൽ നിയറസ്റ്റ് ടു ദി ബെസ്റ്റ് എന്ന് പറയാൻ കാരണം എന്താ അറിയോ? നമ്മളെല്ലാവരും മനുഷ്യരാണ്. ഇപ്പം 100% ബെസ്റ്റ് എന്ന ലെവലിലേക്ക്, സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലേക്ക് നമുക്ക് സാധിക്കില്ല. നമ്മൾ മനുഷ്യരാണ്. കുറേ തിന്മകൾ എന്തായാലും നമ്മളുടെ മനസ്സിലും ശരീരത്തിലും കുടുംബത്തിലും ഒക്കെ ഉണ്ടാവാതിരിക്കില്ല. എന്നാലും അത് മിനിമം ആക്കാൻ വേണ്ടിയിട്ടാണ് നിയറർ ടു ദി ബെസ്റ്റ് എന്നൊരു വാക്ക് ഉപയോഗിച്ചത്. അപ്പോൾ ജീവിതത്തിലെ പ്രാർത്ഥന അസതോമാ സദ്ഗമയ. ആ ബാഡ് ടു ഗുഡ് ഫോർ ദി മൈൻഡ്, ഫോർ ദ ബോഡി, ഫോർ ദി കൾച്ചർ, ഫോർ ദി ഫാമിലി, ഫോർ ദ സൊസൈറ്റി, ഫോർ ദ നേഷൻ ആൻഡ് ഓൾ ദോസ് ഹു ആർ കണക്റ്റഡ് വിത്ത് ദാറ്റ്. പിന്നത്തെ പ്രാർത്ഥന തമസോമാ ജ്യോതിർഗമയ. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, ഈ പറഞ്ഞ 6 എണ്ണത്തിനെയും ഇഗ്നോറൻസിൽ നിന്ന് നോളജിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു യജ്ഞം. അതായിരിക്കണം നമ്മളുടെ 85 വയസ്സുകാലത്തെ ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ഒരു പ്രയാണമായിരിക്കണം ഓരോ ദിവസവും. സോ how long you are living is less important, how you are living is more important. ആ how you are living എന്നുള്ളതിൻ്റെ ഒരു കമൻ്ററി അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ആണ് I am living a life in which continuously I am moving from bad to good, good to better and better nearer to the best. ഹൗ യു ആർ ലിവിങ് എന്ന ചോദ്യത്തിന് തന്നെ ഉത്തരമാണ് ഐ ആം ലിവിങ് എ ലൈഫ് ഇൻ വിച്ച് എവറി ഡേ ഐ ആം മൂവിങ് ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ്. അതുപോലെ തന്നെ മൃത്യോർമാ അമൃതം ഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അതുപോലെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക്,
മൂന്നാമത്തേത് അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക്. മൃത്യോർമ്മ അമൃതം ഗമയ എന്ന വാക്കിൻ്റെ അർത്ഥം അല്ലെങ്കിൽ വരിയുടെ അർത്ഥം മരണത്തിൽ നിന്ന് അമരത്വത്തിലേക്ക് എന്നുള്ളതല്ല. മൃത്യു എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അശാന്തി, ദുഃഖം, വേദന, തടസ്സം, ബുദ്ധിമുട്ടുകൾ, ഇതിനൊക്കെയാണ് നമ്മൾ മൃത്യു എന്ന് പറയാം. ഇപ്പം മൃത്യുഞ്ജയ ഹോമം നടത്തുക എന്ന് പറഞ്ഞാൽ തന്നെ ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമതകളും ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോമം. അപ്പം മൃത്യു എന്ന വാക്കിൻ്റെ അർത്ഥം ശരിക്ക് യജുർവേദത്തിലെ 40-ാം അധ്യായമായ ഈശാവാസ്യോപനിഷത്തിൽ വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. വിദ്യാംച അവിദ്യാംച എസ്തത് വേദ ഉഭയം സഹ അവിദ്യയാ മൃത്യും തീർത്വ വിദ്യയാ അമൃതമശ്നുതി. അവിദ്യയാ മൃത്യും തീർത്വ. അവിദ്യ എന്ന് വെച്ചാൽ സയന്റിഫിക് നോളജ്. സയന്റിഫിക് നോളജ് കൊണ്ട് ജീവിത ദുഃഖത്തെ അതിജീവിച്ച് വിദ്യയാമൃതമശ്നുതി, ആത്മീയമായ അറിവ് കൊണ്ട് പൂർണ്ണമായ ശാന്തിയിലേക്ക് എത്താം. അപ്പോൾ ജീവിത ദുഃഖങ്ങളെ അതിജീവിച്ച് ശാന്തിയിലേക്കുള്ള പ്രയാണത്തിനെയാണ് നമ്മൾ മൃത്യോർമ്മ അമൃതം ഗമയ എന്ന് പറയാറുള്ളത്. അപ്പം നമ്മളുടെ ജീവിതം ഈ ടെൻഷൻ ഫുൾ ലൈഫിൽ നിന്ന് ടെൻഷൻ ലെസ് ലൈഫിലേക്കുള്ള പ്രയാണം, ഇതാണ് നമ്മുടെ പ്രാർത്ഥന. അപ്പം നമ്മൾ ശരിക്ക് പറഞ്ഞാൽ ഈ 3 വൈദിക പ്രാർത്ഥന, ഈ 3 ദൈവിക പ്രാർത്ഥന അത് സാർത്ഥകമാകണമെങ്കിൽ അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ സാർത്ഥകമാകണമെങ്കിൽ ആദ്യം മാറ്റം വരേണ്ടത് മനസ്സിലാണ്. ഈ മനസ്സിൽ മാറ്റം വന്നാൽ പിന്നെ ബാക്കിയുള്ളതിൽ മാറ്റം വരാൻ വിഷമമില്ല. എന്താ കാരണം? മനസ്സിൽ മാറ്റം വന്നാൽ ചിന്തകളിൽ മാറ്റം വരും, ചിന്തകളിൽ മാറ്റം വന്നാൽ കർമ്മത്തിൽ മാറ്റം വരും, കർമ്മത്തിൽ മാറ്റം വന്നാൽ ഓട്ടോമാറ്റിക്കലി കർമ്മബലത്തിലും കർമ്മത്തിൻ്റെ പ്രതിഫലത്തിലും മാറ്റം വരും. അപ്പം ശരിക്ക് ബാഡ് മൈൻഡിനെ ഗുഡ് മൈൻഡ് ആക്കാൻ സാധിച്ചാൽ ബാഡ് തോട്ട്സ് ഓട്ടോമാറ്റിക്കലി ഗുഡ് തോട്ട്സ് ആകും, ബാഡ് ആക്ഷൻ ഓട്ടോമാറ്റിക്കലി ഗുഡ് ആക്ഷൻ ആകും, ബാഡ് റിസൾട്ടും ബാഡ് റിവാർഡും തീർച്ചയായിട്ടും ഗുഡ് റിസൾട്ടും ഗുഡ് റിവാർഡുമായിട്ട് മാറും. ഇതിനെ നമ്മളൊന്ന് മലയാളത്തിൽ പറഞ്ഞു എന്ന് വിചാരിക്കാം. ഗുഡ് മൈൻഡ്, ഗുഡ് തോട്ട്സ്, ഗുഡ് ആക്ഷൻ, ഗുഡ് റിസൾട്ട്, ഗുഡ് റിവാർഡ്. സന്മനസ്, സത്ചിന്തകള്, സത്കർമ്മങ്ങള്, സത്കർമ്മ ഫലങ്ങള്, സത്കർമ്മ പ്രതിഫലങ്ങൾ. അപ്പോൾ സന്മനസ്, സത്ചിന്തകൾ, സത്കർമ്മങ്ങൾ, സത്കർമ്മ ഫലങ്ങൾ, സത്കർമ്മ പ്രതിഫലങ്ങൾ. ഇനി നെഗറ്റീവ് ആണെങ്കിലോ ദുർമനസ്, ദുഷ്ചിന്തകള്, ദുഷ്കർമ്മങ്ങള്, ദുഷ്കർമ്മ ഫലങ്ങള്, ദുഷ്കർമ്മ പ്രതിഫലം. ഇതിനെ തന്നെ വേറൊരു രീതിയിലും കൂടി പറയാം. സന്മനസ്, സത്ചിന്തകൾ, പുണ്യകർമ്മം, പുണ്യം, സ്വർഗം. ദുർമനസ്, ദുഷ്ചിന്തകള്, ദുഷ്കർമ്മം, ദുഷ്കർമ്മഫലം അല്ലെങ്കിൽ പാപകർമ്മം, പാപം, നരകം. അപ്പം നരകത്തെ സ്വർഗമാക്കാൻ നമുക്ക് എവിടെയാ മാറ്റം വരുത്തേണ്ടത്? മഹാകവി ഉള്ളൂര് പറഞ്ഞതുപോലെ നമിക്കിലുയരാം നടുകിൽ തിന്നാം നൽകുകിൽ നേടിയിടാം നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. അപ്പം നമ്മുടെ നരകത്തെ സ്വർഗമാക്കാൻ, നമ്മളുടെ പാപത്തെ പുണ്യമാക്കാൻ, നമ്മളുടെ പാപകർമ്മത്തെ പുണ്യകർമ്മമാക്കാൻ, നമ്മളുടെ ദുഷ്ചിന്തകളെ സച്ചിന്തകളാക്കാൻ ദുർമനസ്സിനെ സന്മനസ്സാക്കിയാൽ മതി. അപ്പം നമ്മളുടെ പൂർവികര് എന്നും പറഞ്ഞിരുന്നു, മന ഏവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ ബന്ധായ വിഷയാസക്തം മുക്തം നിർവിഷയം സ്മൃതം. മനസ്സാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സർവ്വതും. ആ മനസ്സിൽ മാറ്റം വരുത്തിയാൽ എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഡെവലപ്മെൻ്റ് ഉണ്ടാവും. മറ്റ് സംസ്കാരങ്ങളെല്ലാം ഇപ്പം മെസോപ്പൊട്ടേമിയ, ബാബിലോണിയ, ഗ്രീക്ക്, ഈ സംസ്കാരങ്ങളെല്ലാം നിലനിൽക്കാതെ പോയത് എന്തുകൊണ്ടാണ്? അവർ എക്സ്റ്റേണൽ ഡെവലപ്മെൻറ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നു. ആഡംബരപൂർണമായ ജീവിതം, രാഷ്ട്രീയം, രാജനൈതികം, രാജാവ്, അധികാരം, രാജകൊട്ടാരം, ഇതെല്ലാമാണ് അവർ ഫോക്കസ് ചെയ്തത്. അങ്ങനെ അവർ ഫോക്കസ് ചെയ്തതിൻ്റെ പരിണത ഫലം എന്തായിരുന്നു? രാജാവ് പോയി, രാജകൊട്ടാരം പോയി, ആഡംബരം പോയി, യുദ്ധത്തിലോ വെള്ളപ്പൊക്കത്തിലോ പ്രകൃതിയിലോ നശിച്ചപ്പോൾ അവരെല്ലാം പോയി. ഈ യുദ്ധത്തിലും പ്രകൃതിക്ഷോഭത്തിലും മറ്റൊരു രീതിയിലും നശിക്കാത്തതാണ് ആന്തരികമായിട്ടുള്ള നന്മകൾ. ആ ആന്തരികമായിട്ടുള്ള നന്മകൾ ലോങ് ലാസ്റ്റിംഗ് ആണ്, അത് മനസ്സിലുള്ളതാണ്. ആ മനസ്സിലുള്ള നന്മകൾ നമുക്ക് കൂടുതൽ കൂടുതൽ നന്മകളിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റാൻ സാധിക്കും. അങ്ങനെ മനസ്സിൽ പരിവർത്തനം ചെയ്യലാണ് യഥാർത്ഥത്തിൽ ഭാരതീയ പൈതൃകത്തിൻ്റെ ആധാരശില എന്ന 5 വാക്കുകൾ നിങ്ങളോട് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഈ മനസ്സിനെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുപോവുക,
ആ മനസ്സിനെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ശരിക്ക് മനസ്സിലാണ് വാശി, പക, വിദ്വേഷം, അസൂയ, കുശുമ്പ്, കുനിഷ്ഠ, പരദൂഷണം, ഭയം, ഇങ്ങനെ അഹങ്കാരം എല്ലാം മനസ്സിലാണ് നിലനിൽക്കുന്നത്. അതുപോലെ അതേ മനസ്സിൽ തന്നെ ഏത് തരത്തിലുള്ള വ്യക്തികളാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അതേ മനുഷ്യൻ്റെ മനസ്സിൽ തന്നെ സ്നേഹം, ബഹുമാനം, കടമ, കടപ്പാട്, കരുണ, ദയ, സംതൃപ്തി, ചാരിതാർത്ഥ്യം ഇതെല്ലാം ഉണ്ട്. ഒരേ മനുഷ്യൻ്റെ മനസ്സിൽ നന്മകളും ഉണ്ട്, അതേ മനുഷ്യൻ്റെ മനസ്സിൽ തിന്മകളും ഉണ്ട്. പിന്നെ എങ്ങനെയാണ് മനുഷ്യർ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഇതിൻ്റെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രം. ചില മനുഷ്യരുടെ മനസ്സിൽ തിന്മകൾ കൂടുതലുണ്ടാവും, ചില മനുഷ്യരുടെ മനസ്സിൽ നന്മകൾ കൂടുതലുണ്ടാവും. നന്മകൾ കൂടുതലുള്ളവരെ നമ്മൾ നല്ലവരെന്ന് പറയും. നല്ലവര് എന്ന് പറഞ്ഞാൽ നന്മ മാത്രമുള്ളവരെന്നുള്ള അർത്ഥമില്ല. നല്ലതല്ലാത്തവരെന്ന് പറഞ്ഞാൽ തിന്മ മാത്രമുള്ളവർ എന്ന അർത്ഥവുമില്ല. അതുകൊണ്ട് നന്മ കൂടുതലുള്ളവർ നല്ലവരും, തിന്മ കൂടുതലുള്ളവർ തിന്മയുള്ളവർ ചീത്തവരും എന്ന് നമ്മൾ പറയാം. ഇപ്പോൾ ഈ ജീവിതത്തിൽ നമ്മൾ ഓർമ്മിക്കാനുള്ളത്, നമ്മളുടെ മനസ്സിനെ നന്മയിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചാൽ, നമ്മളുടെ മനസ്സിനെ ധന്യതയിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചാൽ ശരിക്ക് നമുക്ക് ചിന്തകൾ നന്നാക്കാം, നമ്മുടെ പ്രവൃത്തികൾ നന്നാക്കാം. ഓട്ടോമാറ്റിക്കലി ബാക്കി രണ്ട് കർമ്മഫലവും കർമ്മത്തിൻ്റെ പ്രതിഫലവും നന്നാവും. അങ്ങനെ ജീവിതത്തെ ധന്യമാക്കാൻ മനസ്സിന് പരിവർത്തനം വരുത്താനാണ് ഭാരതത്തിലെ ആചാരങ്ങൾ, വിചാരങ്ങൾ, വിശ്വാസങ്ങൾ, സങ്കല്പങ്ങൾ, കഥകൾ, അനുഭവങ്ങൾ, ഉപദേശങ്ങൾ, ജീവിത സത്യങ്ങൾ, അല്ലെങ്കിൽ പ്രാർത്ഥനകൾ, ആത്മീയതയും ഭൗതികതയുമായി ബന്ധപ്പെട്ട സർവ്വതും ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം മനസ്സിനെ നന്മയിലേക്ക് കൊണ്ടുപോകാനാണ്. മനസ്സ് നന്നായാൽ ഓട്ടോമാറ്റിക്കലി ശരീരവും നമ്മുടെ കുടുംബവും നമ്മുടെ സംസ്കാരവും നമ്മുടെ സമൂഹവും രാഷ്ട്രവും നന്നാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാണം എന്ന് പറയുന്നത് ഭാരതീയ പൈതൃകത്തെ സംബന്ധിച്ചിടത്തോളം മനസ്സിൻ്റെ നന്മ, അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഇനി നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് കിടക്കുന്നുണ്ടാവും. നമസ്കാരം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 7-8 മണിക്കൂറിൻ്റെ ലെക്ചർ ആയിരിക്കും. ഇത് പരമാവധി കോപ്പി എടുത്ത് എല്ലാവർക്കും ഈ CD കൊടുക്കുക, അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, അവരെ പഠിപ്പിക്കുക. ധന്യമായ ഒരു ജീവിതത്തിൻ്റെ പ്രഭാഷണ പരമ്പരയുടെ ഒരു അരമണിക്കൂറാണ് ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചത്. പ്രണാമം, നമസ്കാരം.